ഹായ്, വെൽക്കം ടു HomeNotes. ഇന്നത്തെ ഒരു ഗാർഡനിങ് ടിപ്സാണ്. ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിലിരുന്നപ്പോൾ ചാച്ചനും അമ്മച്ചിയും കൂടെ കൂടിയിട്ട് ടേബിൾ റോസിൻ്റെ റീപ്ലാന്റിങ് ചെയ്യുമായിരുന്നു. വീട്ടിലെ ഗാർഡനിങ്ങിൻ്റെ മെയിൻ ആൾക്കാർ അവരാണ്. ടേബിൾ റോസ് എന്താണെന്നറിയില്ലേ? ഈ കാണുന്ന ടേബിൾ റോസ്, അതായത് നമ്മുടെ നാട്ടിൽ 10 മണി 4 മണി എന്നൊക്കെ പറഞ്ഞ ചെടിയില്ലേ, അത് ഞാൻ ടേബിൾ റോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റീപ്ലാന്റിങ് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മണ്ണ്, അതുപോലെ അത് നടുന്ന രീതി, അതിലെ വളം, അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ കാര്യമൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത് കുറേ പേർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നി. അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടേബിൾ റോസിൻ്റെ റീപ്ലാന്റിങ് കണ്ടിട്ട് വരാം. അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കൂടെ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ ചെടി നടാനുള്ള മണ്ണ് റെഡിയാക്കി എടുക്കണം. കുറച്ച് മണ്ണ് ചാച്ചൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് അതിലെ കട്ട കെട്ടിയ മണ്ണൊക്കെ ഉടച്ച് വേരുകളും മറ്റും മാറ്റി പെറുക്കി കളഞ്ഞ് ആ മണ്ണൊന്ന് റെഡിയാക്കി എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ മണ്ണിലേക്ക് ചാണകം മിക്സ് ചെയ്യണം. ഇവിടെ ഈ ഒരു ചട്ടി ചാണകമാണ് എടുത്തിരിക്കുന്നത്. അത് ഈ മണ്ണിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മുടെ മണ്ണ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റീപ്ലാന്റിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ടേബിൾ റോസ് എല്ലാം റീപ്ലാന്റിങ്ങിൻ്റെ ടൈം കഴിഞ്ഞ് നിൽക്കുകയാണ്. റീപ്ലാന്റിങ്ങിന് ടൈം ആയി എന്നെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നന്നായി പൂവുണ്ടാകുന്ന ചെടിയല്ലേ, ഒരു ടൈം കഴിഞ്ഞാൽ ഇതിൽ പൂവുണ്ടാകുന്നത് കുറയും. അങ്ങനെ കുറഞ്ഞ് തീരെ ഇല്ലാണ്ടാവും. അങ്ങനെ കുറയുന്ന ടൈം മുതൽ നമുക്കിത് റീപ്ലാന്റിങ് ചെയ്യാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായി പൂവിട്ടിരുന്ന ചെടിയായിരുന്നു, ഇപ്പോൾ പൂവൊന്നുമില്ല. അപ്പോൾ നമുക്കിത് റീപ്ലാന്റിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാം. റീപ്ലാന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ വേരോടെ ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. ഒന്നെങ്കിൽ ചട്ടിയിലെ മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം, ഇല്ലെങ്കിൽ പകുതി മണ്ണ് പഴയ മണ്ണ് തന്നെ വെച്ചിട്ട് നമുക്ക് ബാക്കി ആഡ് ചെയ്താൽ മതി. ഇതിലെ മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നില്ല, പകുതി പഴയ മണ്ണ് തന്നെയാണ് വയ്ക്കുന്നത്. നന്നായി ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് പുതിയ മണ്ണ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇതങ്ങനെ ഉറച്ചു പോയിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പകുതി മണ്ണേ മാറ്റുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ വളമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച മണ്ണും പഴയ മണ്ണും കൂടി ആഡ് ചെയ്ത് ചട്ടിയിലേക്ക് ഇട്ടു. ഇനി ചെടി നടണം. അതിന് വേണ്ടി എടുക്കുന്നത് എങ്ങനത്തെ ചെടിയാണെന്ന് നമുക്ക് നോക്കാം. അധികം തണ്ടിന് മൂപ്പില്ലാത്ത ചെടി വേരോടെ എടുക്കണം. അതിൽ തന്നെ മൂത്ത തണ്ടുകൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. പിന്നെ താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന വേരുകളുണ്ടെങ്കിൽ അത് കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ എടുത്ത ചെടികൾ വേണം നടാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, റോസയൊക്കെ നടുന്ന പോലെ സെൻറ്ററിൽ ഒരെണ്ണം മാത്രമല്ല നടുന്നത്. ചെടിച്ചട്ടിയിൽ ചുറ്റും ഇങ്ങനെ നടണം. എന്നാലേ പൂവ് ഉണ്ടാവുമ്പോൾ ചട്ടി നിറഞ്ഞിങ്ങനെ നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ സെൻറ്ററിൽ മാത്രമേ പൂവ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ചുറ്റും നട്ട് കഴിഞ്ഞ് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി വേറൊരു ചട്ടിയിൽ നടന്ന് കാണിക്കാം. ഇത് കുറച്ചുകൂടെ പരന്ന ചട്ടിയാണ്. ഈ ടേബിൾ റോസിന് എപ്പോഴും നല്ലത് മാക്സിമം പരന്ന ചട്ടിയാണ്. കാരണം പൂ ഉണ്ടാകുമ്പോൾ നിറഞ്ഞു നിന്ന് കാണണമെങ്കിൽ പരന്ന ചട്ടിയാണ് ഏറ്റവും നല്ലത്. ഇതിലെ മണ്ണ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി പുതിയ മണ്ണിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാനിത് നടുന്നത്. ഇനി ഞാൻ കാണിക്കുന്നത് ടേബിൾ റോസിൻ്റെ തന്നെ വേറൊരു മോഡൽ ചെടിയാണ്. ഇത് നടുന്നതും നേരത്തെ മറ്റേ ചെടികൾ നടുന്നത് പോലെ തന്നെയാണ്. പിന്നെ എന്താണ് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ചട്ടി തന്നെയാണ്. കാരണം ഇത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ടൈപ്പ് ചട്ടിയല്ല. ഇതൊരു പരന്ന പ്ലാസ്റ്റിക് പാത്രമാണ്. സിമെൻറ്റിൻ്റെ ഒക്കെ ചട്ടി കണ്ടിട്ടില്ല, അതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാക്സിമം പരന്ന ചട്ടിയാണ് ഈ ചെടികൾക്ക് ഏറ്റവും നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഇത് ചെടിച്ചട്ടി അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് വെള്ളം പോകാൻ വേണ്ടി ഹോൾ ഇട്ട് കൊടുക്കണം എന്ന കാര്യം മറക്കരുത്. ഇല്ലെങ്കിൽ ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആദ്യം ഓട്ട് കഷ്ണം ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മണ്ണ് മാത്രം ഇട്ടാൽ വെള്ളം പോകാനുള്ള ഹോള്
വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഈ കോട്ട് കഷ്ണങ്ങൾ അല്ലെങ്കിൽ കല്ലിട്ടതിന് ശേഷം മണ്ണിടുന്നത്. ഇതിൻ്റെ തണ്ടിന് മറ്റേ ചെടിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് നീളം കൂടുതലാണ്. അതുകൊണ്ട് നീളം കുറച്ചെടുത്തിട്ട് വേണം നടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാത്രത്തിന് ചുറ്റും നടാൻ വേണ്ടി ശ്രദ്ധിക്കണം, അല്ലാതെ സെൻറ്ററിൽ മാത്രമായിട്ട് നടരുത്. അങ്ങനെ എല്ലാ ടേബിൾ റോസും നട്ട് കഴിഞ്ഞു. റീപ്ലാന്റ് ചെയ്ത ചെടികൾ പൂവിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ഏകദേശം 30 to 35 ഡേയ്സ് മതിയാവും. ഇനി ഇതിന് എന്ത് വളമാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് പറയാം. പിണ്ണാക്കും ചാണകവും ഇട്ട് പുളിപ്പിച്ച വെള്ളമാണ് വീട്ടിലെ എല്ലാ ചെടികൾക്കും യൂസ് ചെയ്യുന്നത്. ഈ വളം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വളത്തിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഈ വളം ചെടികൾ വേഗം വളരാനും പൂവിടാനും വളരെ നല്ലതാണ്. ഇനി ഞാൻ ഈ ചെടികൾ പൂവിട്ടതിന് ശേഷമുള്ളത് കാണിക്കാം. ഇങ്ങനെ ചെടികളിൽ നിറയെ പൂവായതിനു ശേഷം ഇതുപോലെ തേനീച്ചകളൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ നല്ലൊരു കുളിർമയല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെടികളൊക്കെ വീട്ടിൽ നട്ട് വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിന് എൻ്റെ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.